പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. അധ്യാപകൻ, എഴുത്തുകാരൻ, വാഗ്മീകി എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിത്വമാണ്. ഒരാഴ്ച കാലമായി ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു ഡോക്ടർ എം.കെ. സാനു. ദീർഘകാലം എറണാകുളം മഹാരാജാസ് കോളേജിലും മലയാള അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ അതുല്യ പ്രതിഭ കൂടിയാണ്. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനനം. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകൻ. പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. 1983 അധ്യാപനത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പള്ളിയെ തുടർന്ന് 1986 പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങിയ വിവിധ സാഹിത്യശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവാണ് പ്രൊഫസർ എം.കെ. സാനു. കർമ്മഗതി എന്നായിരുന്നു ഈ ആത്മകഥയുടെ പേരും. മലയാളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിലെ സർവാദരണീയ ശബ്ദമായിരുന്നു മലയാളികൾ സ്നേഹത്തോടെ സാനുമാഷ് എന്ന് വിളിച്ചിരുന്ന എം.കെ. സാനു. എഴുത്തുകാരൻ, അധ്യാപകൻ, ചിന്തകൻ, വാഗ്മീകി, ജനപ്രതിനിധി എന്നിങ്ങനെ പല നിലകളിലും അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. സാനുമാഷിന് വിപുലമായ ശിഷ്യ സമ്പത്തുമുണ്ട്. 80ലേറെ പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും ലഭിച്ചു. 1958 തന്റെ ആദ്യ പുസ്തകം 5 ശാസ്ത്ര നായകന്മാർ പ്രസിദ്ധീകരിക്കുന്നത്. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. മലയാള സാഹിത്യത്തിൽ തൻ്റേതായ വഴിവെട്ടിയ വ്യക്തി കൂടിയായിരുന്നു പ്രൊഫസർ എം.കെ. സാനു. സൗമ്യവും അതേസമയം കരുത്തനുമായ ഭാഷയിൽ അദ്ദേഹം തൻ്റെ മലയാള നിരൂപണങ്ങൾ നിരത്തി. ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പം സഞ്ചരിച്ച സാനുവിൻ്റെ നിലപാടുകളിൽ കാതൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളായിരുന്നു. അവയിൽ ചൂടുറപ്പിച്ച് നവോത്ഥാന ചിന്തകളുടെ പ്രകാശം തൻ്റെ എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം മലയാളത്തിലേക്ക് പ്രസരിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകൻ മുണ്ടശ്ശേരി, അഴീക്കോട്, എം.കെ. സാനു എന്നിവരാണെന്ന് കെ. ബാലകൃഷ്ണൻ തന്നെ പ്രതികരിക്കുന്നു. മലയാളത്തിൻ്റെ ജീവചരിത്ര ശാഖയ്ക്ക് അനന്യമായ സംഭാവനകൾ നൽകിയ എം.കെ. സാനു ചങ്ങമ്പുഴയെക്കുറിച്ച് ഏറ്റവും ദീപ്തമായ പുസ്തകം സാനുവിൻ്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനമെന്ന ജീവചരിത്രമായിരുന്നു. ബഷീറിനെ പറ്റി ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകവും പി.കെ. ബാലകൃഷ്ണനെ പറ്റി ഉറങ്ങാത്ത മനീഷി എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചു. ഇവയെല്ലാം ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ളവയും ആയിരുന്നു.